ിലേക്ക് വീണ്ടും മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കി സമസ്ത. മുനമ്പത്തേത് വകഭൂമി തന്നെയെന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതം ലേഖനം പ്രസിദ്ധീകരിച്ചു. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭൂമി നിലവിലെ ഉടമകൾക്ക് നൽകണമെന്നത് ആശങ്കയുണ്ടാക്കുന്നതായും മുസ്തഫ മുണ്ടുപാറ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്ന് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കവും വ്യക്തമാക്കിയിരുന്നു. ഇതോടെ സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും ലീഗിന്റെ നിലപാട് തള്ളി രംഗത്ത് വരികയാണ്. പ്രശ്നമായി നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ മുനമ്പത്ത് ചെറായി വഖഫ് 1950 അതായത് സ്ഥാപനം ഉണ്ടാക്കി രണ്ടാമത്തെ കൊല്ലാണ് ഉണ്ടാക്കുന്ന വഖഫ് ചെയ്യുന്നത്. എവിടെ? മുനമ്പത്തെ വഖഫ്. സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന ഒരാളാണ് അത് വഖഫാക്കുന്നത്. സിദ്ദീഖ് സേട്ട്. ഇത് സാന്ദർഭികമായി പറയാണ്. അവിടെ ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. രാഷ്ട്രീയക്കാർക്ക് അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും, എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. എന്നാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെയും അതുപോലെ സമസ്തയ്ക്കും അതിനൊരു കാഴ്ചപ്പാടുണ്ട്. അത് വഖഫ് ഭൂമിയാണ്. 404 ഏക്കർ 440 ഏക്കർ 404 ഏക്കർ .76 ഇതാണ് വഖഫ് ഭൂമി. സേട്ട് വഖഫാക്കിയതാണ്. സാമുദായ വർഗീയ നിലയിൽ കാര്യങ്ങൾ വേർതിരിഞ്ഞു പോകണം എന്ന് ചിന്തിക്കുന്നവർ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിഷയമാണത്. അത് കേരളത്തിന്റെ നല്ല അന്തരീക്ഷത്തിന് ചേർന്ന ഒരു വിഷയമല്ല. മുസ്ലിം സംഘടനകൾ യോഗം കൂടി ക്ലിയറായിട്ട് പറഞ്ഞത് അതിന്റെ സാങ്കേതികത്വത്തിക്കൊന്നും പോവാതെ ഈ മുനമ്പത്ത് താമസിക്കുന്നവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗവൺമെന്റ് മുൻകൈ എടുക്കണം, അതുമായിട്ട് ഞങ്ങൾ സഹകരിക്കാം. അതാണ് അവർ പറയുന്നത്. അതിലെല്ലാം ഉണ്ട്. ഇനി അതിന്റെ സാങ്കേതികത്വം തൂങ്ങി സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു സ്റ്റാൻഡ് അത് ദയവ് വിചാരിച്ച് വാർത്താമാധ്യമങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങളിപ്പോൾ മുസ്ലിം സംഘടനകളെ യോഗം ചേർന്നിട്ട് രമ്യമായി അത് പരിഹരിക്കണം. അതിന് സർക്കാർ മുൻകൈ എടുക്കണം. അതിന് എല്ലാ സംഘടനകളും യോജിക്കാം എന്ന് പറഞ്ഞതാണ്. വാസ്തവത്തിൽ മുനമ്പം പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ആ മാർഗം മുമ്പിൽ വെച്ച് സർക്കാർ അതുമായി മുന്നോട്ട് പോകണം. രമ്യമായ പരിഹാരം ഗവൺമെന്റ് ഉണ്ടാക്കൂല എന്നുണ്ടെങ്കിൽ രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ തന്നെ ഞങ്ങൾ മുന്നിട്ടിറങ്ങും. ഞങ്ങൾ തന്നെ അതിന് മുൻകൈ എടുക്കും. ഈ ഇലക്ഷനൊക്കെ ഒന്ന് കഴിയട്ടെ, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഞങ്ങൾ സംസാരിക്കും. കാരണം രമ്യമായ പരിഹാരം ഉണ്ടാക്കാവുന്ന വിഷയമുള്ളൂ അത്. ടി ജി സജിത്തും ആജ്ഞ രവീന്ദ്രനും ചേർന്നു വിശദാംശങ്ങളുമായി. ആദ്യം സജിത്തിലേക്ക്. സജിത്ത്, സമസ്തയുടെ നിലപാട് മുസ്ലിം ലീഗിനെ മാത്രമല്ല ഒരുപക്ഷെ സർക്കാരിനെയും പ്രതിപക്ഷത്തെയും പോലും വെട്ടിലാക്കിയിരിക്കുന്നൊരു അവസ്ഥയാണ്. ഈ പ്രശ്നത്തിലൊരു രമ്യമായ പരിഹാരം ഉണ്ടാകാൻ സർക്കാർ യോഗം വിളിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് സമസ്തയുടെ ഈ നിലപാട് വിവിധ രാഷ്ട്രീയ കക്ഷികളെ കൂടി സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത്. ഇത് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുകയല്ലേ ഉള്ളൂ. ഈ ഒരു എന്തുകൊണ്ടാണ് സമസ്ത ഈ നേരത്തെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റികളുടെ യോഗത്തിന് ശേഷമായിരുന്നു മുസ്ലിം ലീഗ് ഇതിലൊരു നിലപാട് സ്വീകരിച്ചത്. സമസ്ത ഇപ്പോൾ ഈ ലീഗിനെതിരായി ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചതിന് പിന്നിൽ എന്തായിരിക്കാം? ടോം സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിസന്ധി മുനമ്പം പ്രശ്നപരിഹാരത്തിന് മുന്നിൽ വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ് ഈ സമസ്ത ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. കാരണം സമസ്തയിൽ നേരത്തെ ഇക്കാര്യത്തിൽ തന്നെ ഭിന്നിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നേതാക്കൾ ഒറ്റക്കെട്ടായി അത് വഖഫ് ഭൂമി തന്നെയാണ് മുനമ്പത്തേത് എന്ന് നിലപാടെടുക്കുകയാണ്. അതിലുണ്ടാകുന്ന പ്രതിസന്ധി തങ്ങളുടെ പൊതു നിലപാടിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ നിലപാടെടുക്കുന്നതെന്ന് സമസ്ത വാദിക്കുന്നുണ്ടെങ്കിലും അത് ഈ മുനമ്പത്തെ പ്രശ്നപരിഹാര സാധ്യതയിൽ വലിയ വിള്ളൽ വീഴ്ത്തുന്നു, ആശങ്കയുണ്ടാക്കുന്നു എന്നതാണ് ഈ നിലപാടുണ്ടാക്കുന്ന പ്രതിസന്ധി. കാരണം വഖഫ് ഭൂമി തന്നെയാണ് എന്ന നിലപാടെടുത്താൽ പകരം മറ്റെന്ത് സൊല്യൂഷൻ എന്ന ചോദ്യം ഉയരും. മുനമ്പത്തുകാരെ കുടി ഒഴിപ്പിക്കരുത് എന്ന വാദം തന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശരി തന്നെയാണ്, അത് പൊതുവിൽ സ്വാഗതാർഹമാണ് നിലപാട്. പക്ഷേ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് നിലപാടെടുക്കുകയും അവിടുന്ന് ആളുകളെ കുടിയൊഴിപ്പിക്കരുത് എന്ന നിലപാടെടുക്കുമ്പോഴും ഈ പ്രശ്നപരിഹാര സാധ്യത എങ്ങനെ ഉണ്ടാകും എന്ന ചോദ്യമാണ്. ഈ സമസ്ത എടുക്കുന്ന നിലപാട് വെല്ലുവിളിയിലാക്കുന്നത് ലീഗിനെയുണ്ട്, സംസ്ഥാന സർക്കാരിനെയുണ്ട്, പൊതുവിൽ കോൺഗ്രസിനെയുമുണ്ട്. കാരണം
അവരെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാരണം പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള പല സാധ്യതകൾ തേടുമ്പോൾ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഇത് വഖഫ് ഭൂമിയാണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ സമസ്ത പരസ്യമായി അത്തരമൊരു അവകാശവാദം ഉന്നയിക്കുന്നതോടുകൂടി ഇപ്പോൾ സമൂഹത്തിലുണ്ടായ ആ വേർതിരിവ് അത് ശക്തമായി തന്നെ വരും. മുൻപത്തെ സമരരംഗത്തുള്ളവർ ഉന്നയിക്കുന്ന ആ വാദം അവർക്കൊന്നുകൂടി ശക്തമായി ഉന്നയിക്കാനുള്ള അവസരമായി കൂടി അത് മാറുന്നു എന്ന പശ്ചാത്തലമുണ്ട്. മറ്റൊന്ന്, സർക്കാർ പ്രശ്നപരിഹാര സാധ്യത ഇപ്പോൾ കോടതിക്ക് മുന്നിൽ നിൽക്കുന്ന വിഷയമാണ്. അതിനപ്പുറം മറ്റെന്ത് സാധ്യത എന്ന് ഉള്ള പരിശോധന ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ വിഷയം മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം സ്വീകരിക്കുന്നതിന്, പരസ്യമായ അഭിപ്രായം പറയുന്നതിന് ചില തടസ്സങ്ങളൊക്കെയുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും ഈ വിഷയം പരിഹരിക്കാനുള്ള നീക്കങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നതാണ് ഈ നിലപാട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയെങ്കിൽ ഇതിന് മറ്റെന്ത് പരിഹാര സാധ്യത എന്ന ചോദ്യം വരുമ്പോൾ മുനമ്പത്തുകാർക്ക് ആ ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് അവർക്ക് റവന്യൂ അവകാശങ്ങൾ വിട്ടുകൊടുത്ത് മറ്റൊരു സ്ഥലത്ത് വഖഫ് ഭൂമി പകരം അനുവദിക്കുക എന്ന സൊല്യൂഷൻ ചർച്ച ചെയ്യപ്പെട്ടാൽ അതൊരു സാധ്യതയായി ചില നേതാക്കളെങ്കിലും ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷേ അങ്ങനെ കാണിച്ചാൽ പോലും അതുണ്ടാവുന്ന പ്രതിസന്ധി, ഈ വഖഫ് ബോർഡ് തർക്കഭൂമികളിൽ എല്ലാം ഇതേ നിലപാടെടുത്താൽ സംസ്ഥാനത്ത് സർക്കാർ പ്രതിസന്ധിയിലാകും എന്ന് മാത്രമല്ല മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന ആക്ഷേപം ഒന്നുകൂടി ശക്തമായി ഉന്നയിക്കാനുള്ള അവസരം കൂടിയായി മാറും. ആ തരത്തിലും സർക്കാരിന് മുന്നിൽ ഇത് പ്രതിസന്ധി. അങ്ങനെയെങ്കിൽ ഇത് സമസ്തയുടെ ഒരു സമ്മർദ്ദ തന്ത്രമായി കാണണോ? കാരണം സമസ്തയുടെ നേതാവ് നേരത്തെ ഒരു പൊതുസമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യമുണ്ട്. 404 ഏക്കർ, ഈ 404 ഏക്കർ വഖഫിന്റേതാണെന്ന് പറയുന്നു. ഈ മുനമ്പത്ത് 114 ഏക്കറിൽ മാത്രമാണ് ഈ പറയുന്ന രേഖകളുള്ളൂ. മറ്റ് കടലെടുത്തു എന്ന് പറയുന്നു. കടൽ ഈ വെള്ളം 60 ഏക്കർ വെള്ളം ഉൾപ്പെടെയായിരുന്നു അന്ന് ഈ തിരുവിതാംകൂർ രാജകുടുംബം സിദ്ദിഖ് സേട്ടിന് നൽകിയതെന്നൊക്കെയാണ് നമുക്ക് ആ രേഖകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 114 ഏക്കർ മാത്രമേ രേഖകളിലുള്ളൂ. സമസ്ത ഇതിനു പകരമായി ഇവിടെ ഒരു സെറ്റിൽമെന്റ് ചർച്ച വരുമ്പോൾ മുൻപത്തിന് പകരമായി നേരത്തെ സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ 404 ഏക്കർ സ്ഥലം വേണമെന്നൊരു അവകാശവാദം കൂടി ഉന്നയിച്ചേക്കാം. അത്തരമൊരു സമ്മർദ്ദതന്ത്രമായിരിക്കില്ലേ സമസ്തയുടെ ഇപ്പോഴത്തെ നിലപാടിന് പിന്നിൽ? ടോം, അത് തീർച്ചയായും അത്തരമൊരു വ്യാഖ്യാനം ഉയർന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ടോം സൂചിപ്പിച്ചതുപോലെ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, മുനമ്പത്തെ തർക്കഭൂമി അത് 404 ഏക്കറാണോ കടലെടുത്തത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ ഇവർ ഈ വാദം ഉന്നയിക്കുന്നത് എന്ന ഒരു പ്രതിസന്ധി. അങ്ങനെയെങ്കിൽ ഇതിന് മറ്റൊരു തർക്ക പരിഹാര ഫോർമുല ഉണ്ടായെങ്കിൽ കൂടുതൽ ഭൂമി പുതിയതായി ഇവർക്ക് വഖഫിലേക്ക് അനുവദിച്ചു കിട്ടും എന്നൊരു സാധ്യത, അതൊരു ഒന്നാമത്തെ വിഷയം. മറ്റൊന്ന്, സംസ്ഥാനത്ത് തർക്കമുന്നയിക്കാൻ സാധ്യതയുള്ള മറ്റിടങ്ങളിലെല്ലാം മുനമ്പം മോഡൽ എന്ന ഒരു തർക്കപരിഹാര ഫോർമുല ഉയർന്നു വന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി ചെറുതായിരിക്കില്ല. അതേസമയം അത് വഖഫ് ബോർഡിനും മുസ്ലിം സംഘടനകൾക്കും വലിയ നേട്ടമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് മുനമ്പം പ്രശ്നപരിഹാരത്തിന് ഉണ്ടാവുന്ന ഫോർമുല എന്തു തന്നെയായാലും അതങ്ങേയറ്റം സങ്കീർണമാണ്. അത് പിഴവുകൾ തിരുത്തി വേണം ഉണ്ടാവാൻ. അതുകൊണ്ട് ഏതെങ്കിലും സമ്മർദ്ദത്തിന് അടിമപ്പെട്ടത് പോകാനും പാടില്ല. എന്തായാലും സമസ്ത ഇപ്പോൾ ഉന്നയിക്കുന്ന വാദം അതാത് രീതിയിൽ സർക്കാരും അംഗീകരിക്കാൻ വഴിയില്ല. കാരണം സർക്കാരിന് മുന്നിൽ പെട്ടെന്ന് ഈ വിഷയം പരിഹരിക്കാൻ ഒരു ഫോർമുല മുന്നോട്ട് വെക്കാനുമില്ല. കാരണം ഇരു വിഭാഗത്തിൻ്റെയും വാദങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ പരിഹാരമുണ്ടാക്കുക ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സമൂഹത്തിൽ വലിയ വർഗീയ ചേരിതിരിവിനൊക്കെ ഇടവയ്ക്കുന്ന തരത്തിലുള്ള സങ്കീർണ വിഷയമായി നിൽക്കുകയാണ്. മുൻ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതുവരെ ആ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടില്ല, അവിടുന്ന് അവരെ ഒഴിപ്പിക്കണമെന്ന വാദം വെച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ സമസ്ത ഇത്തരം വാദം വെക്കുന്നു. സമസ്തയ്ക്ക് പിന്നാലെ മറ്റു സംഘടനകളും അത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന പരസ്യ നിലപാട് സ്വീകരിച്ചാൽ അതെങ്ങനെ പരിഹാരമുണ്ടാകുന്നു എന്നതാണ് വാദം. നേരത്തെ ഈ വിഷയം നമ്മൾ ന്യൂസ് 8 തന്നെ ചർച്ച ചെയ്തപ്പോൾ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ഉന്നയിച്ച ഒരു വാദമുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം ഇസ്ലാമിക രീതി അനുസരിച്ച് വഖഫ് ഭൂമി വിട്ടുകൊടുക്കുക സാധ്യമല്ല. പക്ഷേ ഇതൊരു പ്രത്യേക സാഹചര്യം ആയതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഒരു പരിഹാര നിർദ്ദേശം ഉണ്ടായി വരാം. പക്ഷേ പകരം എന്ത് എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുനമ്പം ഭൂമി വിട്ടുകൊടുത്താൽ പകരം മറ്റൊരു ഭൂമി ഈ സമസ്ത പോലെയുള്ള സംഘടനകൾ മുന്നിൽ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് മുനമ്പത്തെ പ്രതിസന്ധി മാത്രമായിട്ടാവില്ല, മറ്റിടങ്ങളിലും സമാനമായ പ്രതിസന്ധിയായി ഇത് വളരാനാണ് സാധ്യത. വ്യക്തമാണ്. സജിത്ത് തുടരുക. ആജ്ഞ രവീന്ദ്രനിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ആജ്ഞ, മുനമ്പത്ത് മുഖ്യമന്ത്രി ഈ വിഷയത്തില് 22-ാം തീയതി യോഗം വിളിച്ച പശ്ചാത്തലത്തില് സമരം അല്പമൊന്ന് തണുത്ത മട്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു തീവ്ര നിലപാട് സഭാ നേതൃത്വവും സ്വീകരിച്ചിരുന്നില്ല. എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിലൊരു പരിഹാരം വേണം, മുനമ്പത്തെ ജനങ്ങൾക്ക്
അവരുടെ ഭീതി, ആശങ്ക ഒഴിഞ്ഞു കിട്ടണം എന്നത് മാത്രമായിരുന്നു സഭയുടെയും സമരസമിതിയുടെയും ഒക്കെ ഒരു നിലപാട്. പക്ഷേ സമസ്ത ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുകയും സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തില് മുനമ്പത്തെ ഇനിയുള്ള സമരത്തിന്റെ ഗതി എങ്ങനെയാകും? ഏറ്റവും വലിയ ഒരു ആശങ്കയിലേക്കാണ് ഇപ്പോൾ സമസ്തയുടെ ഈ നിലപാട്. അതായത് സുപ്രഭാതം പത്രത്തിൽ വന്നിട്ടുള്ള ലേഖനം വ്യക്തമാക്കുന്നത്. ശരിക്കും അതേസമയം സമസ്ത അധ്യക്ഷൻ ഇത് സമസ്തയുടെ നിലപാടല്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണവും നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ 22-ാം തീയതി മുഖ്യമന്ത്രി വിളിച്ച് സർവകക്ഷി യോഗം നടക്കാൻ തീരുമാനിച്ചിരിക്കെ ഈ വിഷയം ഒന്ന് തണുക്കുകയും അതിൽ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാവുകയും ചെയ്യുമെന്നായിരിക്കും ഒരുപക്ഷെ സമരക്കാർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മുനമ്പത്ത് ഉൾപ്പെടെയുള്ള സമര പന്തലിൽ ഉൾപ്പെടെയുള്ളവർ മുനമ്പത്തെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ആശങ്കയിലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള അവർ കരുതിയിരിക്കുന്നതും അത്തരത്തിൽ ഈ 22-ാം തീയതി സർവകക്ഷി യോഗത്തിൽ പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനാകും എന്ന് തന്നെ ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ മുസ്ലിം സംഘടനകളുടെ തീരുമാനം, അതല്ലെങ്കിൽ സമസ്തയുടെ തീരുമാനം മുസ്ലിം സംഘടനകളെ ഉൾപ്പെടെ മൊത്തത്തിൽ ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അത്തരത്തിലൊരു നിലപാട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. അതേസമയം മുസ്ലിം ലീഗ് ഇത് രമ്യമായി പരിഹരിക്കാനുള്ള നീക്കം തങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുമെന്ന് കുഞ്ഞാലിക്കുട്ടി അല്പം മുമ്പ് പറയുകയും ചെയ്തിരുന്നു. ഇതുകൊണ്ട് തന്നെ മുസ്ലിം സംഘടനകൾക്ക് പോലും ഈ കാര്യത്തിൽ അത് വ്യക്തമായ അല്ലെങ്കിൽ യോജിപ്പുള്ള ഒരു അഭിപ്രായം ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷെ സമസ്തയുടെ കാര്യത്തിൽ ഒമർ ഫൈസി മുഖത്തിന്റെ തീരുമാനമല്ല സമസ്തയുടേത് എന്നുള്ള തരത്തിലേക്ക് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അല്പം ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ പോലും ടോം സൂചിപ്പിച്ച പോലെ സമരം വരുന്ന ദിവസങ്ങളിൽ ഒരു പക്ഷേ വൈദികർ ഉൾപ്പെടെയുള്ള ആളുകളുമായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൂടിക്കാഴ്ച നടത്താനുള്ള നീക്കത്തിലാണ് എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ സമരം ഒന്ന് തണുത്ത മട്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പ്രതികരണങ്ങൾ, ഈ ചൂണ്ടിക്കാണിക്കുന്ന പ്രതികരണങ്ങൾ അതിലേക്ക് വഴിവെക്കുന്നത് വലിയ സമരമുറകളിലേക്ക് അവർ മാറാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഈ പറയുന്ന 34 ദിവസവും അവർ നിരാഹാരം അനുഷ്ഠിക്കുന്നു. അതിൽ സമരത്തിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി അവരെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഒരു ജനതയുടെ മുഴുവൻ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വഴിവെക്കുന്നത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ സമര രീതി മാറിയേക്കാം, സമരം കൂടുതൽ ശക്തിപ്പെട്ടേക്കാം. ആ കാര്യത്തിലൊക്കെ നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ ആരായാനിരിക്കുന്നതേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ഈ 34 ദിവസം തങ്ങൾ വില കൊടുത്തു വാങ്ങിയ, അതല്ലെങ്കിൽ തങ്ങൾ നിയമം അനുശാസിക്കുന്ന എല്ലാ റവന്യൂ നിയമങ്ങളും അനുശാസിച്ച് തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി പണം കൊണ്ട് വാങ്ങിയ ഭൂമി തങ്ങളുടേതല്ല, അല്ലെങ്കിൽ നിൽക്കുന്നിടത്ത് മണ്ണ് ചോർന്നു പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളോട് ഇത്തരം പ്രഖ്യാപനങ്ങളും പ്രതികരണങ്ങളും നടത്തുന്നത് ഒരുപക്ഷെ അവരുടെ സമര രീതിയെ കൂടുതൽ ശക്തിപ്പെടുത്താനേ ഉതകുകയുള്ളൂ എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം, തീർച്ചയായും ഈ പ്രശ്നം ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. സമരം കൂടുതൽ കടുപ്പിക്കാനുള്ള, കൂടുതൽ തീവ്രമാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആജ്ഞ രവീന്ദ്രൻ പറയുന്നത്. ടി.ജി. സജിത്തിലേക്ക് ഒരിക്കൽ കൂടി. സജിത്ത്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ മുനമ്പത്തെ ഒരു വിഷയം, അതൊരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ്. ഇതുതന്നെയാണ് ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP ഒരു പ്രധാനമായും ഒരു ആയുധമാക്കുന്നത്. കാരണം ഈ JPC-യുടെ പരിഗണനയിലുണ്ട് വഖഫില് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ JPC-യുടെ പരിഗണനയിലാണ്. BJP-യുടെ ദേശീയ നേതാക്കൾ അവിടെ എത്തുന്നു, കേന്ദ്ര മന്ത്രിമാർ എത്തുന്നു. ആ രീതിയിൽ ഈ മുനമ്പം വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ BJP ശ്രമം നടത്തുമ്പോൾ തന്നെയാണ് തന്ത്രപരമായ ഒരു സമീപനം മുസ്ലിം ലീഗ് ഇവിടെ സ്വീകരിച്ചത്. അതായത് ഈ വഖഫിന്റെ വിഷയത്തിൽ ഒരു കടുംപിടുത്തം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത് ദേശീയ തലത്തിലേക്ക് BJP ഒരു രാഷ്ട്രീയ ആയുധമാക്കാം. വഖഫിന് മേൽ പല രീതിയിലുള്ള നിയമക്കുരുക്കുകളും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മുസ്ലിം ലീഗ് ഇതിൽ അല്പം ഒരു നിലപാടിനൊരു അയവ് വരുത്തിയത്. പക്ഷേ സമസ്ത ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതോടെ BJP കൂടുതൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ഈ വിഷയം മുതലെടുപ്പെടുക്കാനുള്ള ഒരു സാധ്യതയില്ലേ സജിത്ത്?
ടോം, അത് കൃത്യമാണ്. അത്തരമൊരു സാധ്യതയുണ്ട്. കാരണം ഈ മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകൾ ഇതിൽ BJPയുടെ രാഷ്ട്രീയ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അത്തരം തന്ത്രങ്ങൾക്ക് പിടികൊടുക്കാതെയുള്ള നിലപാടാണ് പൊതുവിൽ സ്വീകരിച്ചത്. ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നൊരു പശ്ചാത്തലം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതും മറ്റൊരു സാഹചര്യമാണ്. പക്ഷേ സമസ്തയെ പോലെയുള്ള സംഘടനകൾ അവരാവർത്തിക്കുന്നു ഇത് വഖഫ് ഭൂമിയാണ്. അവരെ സംബന്ധിച്ച് അത്തരം നിലപാടെടുക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം മുനമ്പത്ത് അത്തരമൊരു നിലപാടെടുത്തില്ലെങ്കിൽ മറ്റിടങ്ങളിലും തങ്ങളുടെ വാദങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നൊരു ഘട്ടം ഉണ്ടാകുമോ എന്ന ഭയപ്പാട് അവർക്കുണ്ട്. അതുകൊണ്ടാണ് സമസ്ത പോലെ ഒരു നിലപാടെടുക്കുന്നത്. ഉമർ ഫൈസി ബുക്കം അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മറ്റ് നിലപാടുകളുണ്ടാവും, പക്ഷേ സമസ്തയ്ക്ക് ഒരു നിലപാടേ ഉള്ളൂ, അത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. അതാണ് ഇതിന്റെ സാഹചര്യം. സ്വാഭാവികമായി ടോം സൂചിപ്പിച്ചതുപോലെ BJPക്ക് മറ്റും ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ദേശീയ തലത്തിൽ വഖഫ് നിയമ ഭേദഗതി BJPയുടെ അജണ്ടയാണ്. വരാനിരിക്കുന്ന പാർലമെന്റ് സെഷനിൽ അത് പരിഗണിക്കപ്പെടുന്നതുമാണ്. കേരളത്തിൽ LDFും UDFും ഒരുപോലെ ഈ വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുകയാണ്. ദേശീയ തലത്തിൽ തന്നെ വഖഫ് നിയമ ഭേദഗതി എന്തുകൊണ്ട് ആവശ്യമാണ് എന്ന വിഷയത്തിൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു വിഷയമായി BJPക്ക് മുനമ്പം വിഷയം മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ വ്യക്തമാണ്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. BJP വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നാണ് TG സജിത്ത് നൽകുന്ന ഒരു വിലയിരുത്തലും അത് തന്നെയാണ്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സമയം.